അതെ, എന്തു പറഞ്ഞു? ആകപ്പാട് ഒരു ഒഴിവാണുള്ളത്. അതിന് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തും. എന്നിട്ട് 100 ചോദ്യങ്ങളും. ഇതോപ്യയുടെ പ്രസിഡന്റ് ആര്, ഉസ്ബെക്കിസ്ഥാൻ തലസ്ഥാനം ഏത്, വെറുതെ മെനക്കെടുത്താനായിട്ട്. എന്തു പറഞ്ഞവര്? പോയിക്കോളാൻ പറഞ്ഞു, അറിയിക്കാന്ന്. ആരാ യമുന? ഞാനാ. അകത്തേക്ക് വിളിക്കുന്നു. പോയിട്ട് വരാം. ആകെ ഒരു ഒഴിവേ ഉള്ളൂ. ജോലിക്കെടുക്കാത്തവരെ ആയിരിക്കും പറഞ്ഞു വിട്ടത്. ഈ കുട്ടി കൂടി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കിട്ടിയനെ. ഈശ്വര കാത്തോളനെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ സർ. ഓക്കെ. ഈ അടുത്ത് ഇന്ത്യയിൽ ഒരാൾക്ക് ദയാവധത്തിന് അനുമതി നൽകിയിരുന്നു. അയാളുടെ പേരറിയാമോ? യെസ് സർ, ഹരീഷ് റാണ. നമുക്ക് ഈ പോസ്റ്റിലേക്ക് ആകെ ഒരു ഒഴിവാണുള്ളത്. സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിലും യമുനയുടെ പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് പാസ് മാർക്ക് തരാം യമുനയ്ക്ക്. പക്ഷേ ഇനി ഒരാളും കൂടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട്. ആ കുട്ടി വന്നില്ലെങ്കിൽ യമുനയ്ക്ക് ഈ ജോലി ഉറപ്പിക്കാം. സർ, പറയുന്നതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. എന്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതാ. ഒരു മകളും ഉണ്ട്. ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വീടും പുരയിടും എല്ലാം പണയത്തിലായി. നോക്കി യമുനെ, ഈ പോസ്റ്റിലേക്കുള്ള യോഗ്യതയായി ഞങ്ങൾക്ക് സെന്റിമെന്റ്സ് പരിഗണിക്കാനാവില്ല. പ്ലീസ് യമുന, പുറത്ത് വെയിറ്റ് ചെയ്യൂ. ശരി സർ. എന്തായി? എന്തു പറഞ്ഞു? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇയാളുടെ ഇന്റർവ്യൂ കൂടി കഴിഞ്ഞിട്ട് നമ്മളിൽ ആരെ സെലക്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുമെന്ന്. നിധി അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ ശരി. എക്സ്ക്യൂസ് മീ സർ, ഐ എം ഗൗതം ഗോപിനാഥ്. ആഹാ, ഞാൻ ഊഹിച്ച ആള് തന്നെ. ഒരു ഗൗതം ഇരിക്കും. ഗൗതം ഗോപിനാഥ് എന്ന ഒരാളുടെ പ്രൊഫൈൽ എന്നും പറഞ്ഞ് എനിക്ക് കിട്ടിയ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫിലെ ഗൗതത്തിന്റെ മുഖം കണ്ട് ഞാൻ ആളെ തിരിച്ചറിഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു ജോലിക്ക് ഗൗതം അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചത് കൂടിയില്ല. സാറിന് എന്നെ അറിയോ? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ഗൗതം ഗോപിനാഥിനെ അറിയോ? അതേ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന എന്നോട് ചോദിക്കുന്നത് അബദ്ധമല്ലേ? എന്ത് പറ്റിയ ഗൗതം? എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഗൗതം ഗോപിനാഥ് ഇതുപോലെ ജോലിക്കൊക്കെ അപേക്ഷിക്കാന്ന് വെച്ചാൽ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി സർ. ഈശ്വരമംഗലം ഗ്രൂപ്പ് തകർച്ചയിലേക്ക് വീണു എന്നൊരു വാർത്ത എങ്ങും പറഞ്ഞു പോലും കേട്ടില്ല. എന്താ പറ്റി? ഈശ്വരമംഗല ഗ്രൂപ്പിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. സക്സസ് ആയി തന്നെ റൺ ചെയ്യുന്നുമുണ്ട്. പിന്നെ ചില ഫാമിലി ഇഷ്യൂസ് എല്ലാം ബ്രദറിനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോരേണ്ടി വന്നു. ഓ, ശരിക്കും ഞാനിപ്പോൾ ഒരു ബിഗ് സീറോ ആണ് സാർ. ഒന്നിനും തുടങ്ങണം. ഒരു ജോലി ഇപ്പം അത്യാവശ്യമാണ്. ഐ ആം സോറി ഗൗതം. സത്യം പറഞ്ഞാൽ ഗൗതമിനെ പോലെ ഒരാളെ ഇതുപോലൊരു ചെറിയ ജോലിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു സംശയം. ഏത് ജോലിയും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല സാർ. ഞാനിപ്പോൾ ഈശ്വരമംഗല ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടല്ല, ഒരു സാധാരണക്കാരനായിട്ടാണ് സാറിന് മുമ്പിലിരിക്കുന്നത്. ഈ ജോലി പൂർണ്ണ സംതൃപ്തിയോടെയും അഭിമാനത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് സർ. നിധിയുടെ പ്രൊഫൈലൊക്കെ നന്നായിട്ടുണ്ട്. അക്കാദമിക്കായും നല്ല പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ സർ, ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നിധി ഒട്ടും മോശമല്ലല്ലോ. ഇപ്പോഴും അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മറന്നു കളയാതെ മനസ്സിലിട്ടാണെന്ന് മാത്രം. നല്ല മറുപടിയാണല്ലോ. ബ്രില്യൻ. താങ്ക് യു സർ. നിധിയോടൊരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ? ഷുവർ സർ. വില്യം സിഡ്നി പോർട്ടർ ആരായിരുന്നു അയാൾ? William Sidney Porter, better known by his pen name O. Henry. He was an American writer. He was well known for his short stories, though he also wrote poetry and non-fiction. ചെറുകഥകളുടെ അവസാന ഭാഗത്ത് O. Henry വരുത്തുന്ന ഒരു ഫൈനൽ ട്വിസ്റ്റ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദ ഗിഫ്റ്റ് ഓഫ് ദി മാഗി, ദി കൗപ്പ് ആൻഡ് ദി ആൻഡം തുടങ്ങി അദ്ദേഹത്തിൻ്റെതായ പ്രശസ്തമായ കഥകൾ ഒരുപാടുണ്ട്. ഓക്കെ, വെരി ഗുഡ്.
ആൻസർ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല മറുപടി കിട്ടി. താങ്ക് യു സർ. ഗൗതമിന് ജോലി വരുന്നതിൽ എനിക്ക് ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. അതായത് 25,000 രൂപ മാത്രമാണ് ഈ പോസ്റ്റിലേക്കുള്ള സാലറിയായി ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത്രയും ചെറിയ തുകയ്ക്ക് ഗൗതമിന് ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റും സർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ 25,000 എന്നൊക്കെ പറയുന്നതിന് 25 ലക്ഷത്തിന്റെ വാല്യൂ ഉണ്ട് സർ. ഞാൻ തയ്യാറാണ് സർ. ദെൻ യു ആർ അപ്പോയിന്റഡ്. നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. ഗൗതം, നിങ്ങൾ ഇരിക്കൂ. എനിക്ക് ഗൗതമിനോട് പ്രാക്ടിക്കലായി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഗൗതം ഇപ്പോൾ ഈ കമ്പനിയിൽ ഈ ജോലിയിൽ പ്രവേശിക്കുന്നു, അറിയാലോ. ലൂപ്പ് ഹോളുകൾ ഒരുപാടുള്ള ഒരു സിസ്റ്റമാണിത്. 25,000 എന്ന തുച്ഛമായ ശമ്പളത്തിന് മുകളിൽ അനധികൃതമായി ആരും അറിയാതെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വഴികൾ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഗൗതം അത് പ്രയോജനപ്പെടുത്തുമോ? നോ, നെവർ. ഒരു പക്ഷേ പർച്ചേസിലോ ലോഡ് ഇറക്കുന്നതിലോ മറ്റൊരു കമ്പനി കമ്മീഷൻ ഓഫർ ചെയ്താൽ പോലും അത് കമ്പനിയുടെ ബില്ലിൽ കുറച്ച് തരാൻ ആവശ്യപ്പെട്ട് കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് കൂട്ടുകയുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ താൻ പറഞ്ഞതുപോലെ ഒരു കാര്യം, അതായത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ, അത് നടത്തി കുറച്ച് പണം കൂടി വകം മാറ്റി തരണമെന്ന് താങ്കളുടെ സീനിയർ ഉദ്യോഗസ്ഥനാണ് ആവശ്യപ്പെടുന്നതെങ്കിലോ? പോയി പണി നോക്കാൻ പറയും.